എന്തുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയെ കെട്ടിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ എവിടെ പോയി ഈ പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കും അറിയില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഈ മനുഷ്യന് 12 വർഷം ഈ സ്ത്രീയുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവരുടെ കുട്ടികളുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് അവർ പോയപ്പം ഈ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടങ്ങ് മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇയാളിങ്ങനെ മേളിട്ട് നോക്കിയിരിപ്പുണ്ട്. ആ സമയം ആയപ്പോഴത്തേക്കും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 3-4 ക്രെഡിറ്റ് കാർഡിൽ ഭയങ്കരമായ ഒരു ഭീമമായ തുക, എല്ലാം കൂടെ 10-30 ലക്ഷം രൂപ ഇയാൾ കടത്തിലായി നിൽക്കുകയാണ്. ഇയാൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ജോലി ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ മാസം കിട്ടുന്ന പൈസയും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റുകൾ, അതിൻ്റെ ടെക്നിക്കലായിട്ട് എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല, എങ്കിലും ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ പെൻഡിങ് പേയ്മെൻറ്റുകൾ അടച്ചു തീർക്കാനേ അയാൾക്ക് കിട്ടുന്നുള്ളൂ. അയാൾക്ക് മിച്ചം പിടിക്കാനൊന്നും പറ്റുന്നില്ല. നോക്കിക്കോണം, ഒരേ ഒരു മകൾ, ആ മകളുടെ കല്യാണം നടത്താനുള്ള കാശ് അയാളുടെ കയ്യിലില്ല. ആ പെൺകുട്ടിയെ ബന്ധുക്കളും മറ്റു ആൾക്കാരൊക്കെ ചേർന്ന് അവരുടെ ചെറിയൊരു സഹായത്താൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കല്യാണം നടത്തി പോകേണ്ട ഒരു പെൺകുട്ടിയെ വളരെ പരിമിതമായ രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അത് ഈ വ്യക്തിയുടെ ഭാര്യയും ഇദ്ദേഹം തമ്മിൽ ഇപ്പം പിണങ്ങി ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ ഭാര്യയാണ് എന്നോട് ഈ സംഭവങ്ങൾ പറഞ്ഞത്. കാരണം നമ്മൾ ആലോചിക്കേണ്ട കേസ് കഴിഞ്ഞാൽ പുറത്തൊക്കെ ചില സ്ത്രീകൾ നമ്മളോടൊക്കെ ഈ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുമ്പം പല സ്ത്രീകളും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും. ഇവരുടെ ഉദ്ദേശം മറ്റൊരു രീതിയിലേക്കൊന്നും പോകാനൊന്നുമില്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊരു ഡ്രൈവർ, ഇവരുടെ സാധനങ്ങളൊക്കെ, ഭർത്താവ് എതിർക്കുന്ന ചില സാധനങ്ങളൊക്കെ മേടിച്ച് കിട്ടാനുള്ള ഒരു സോഴ്സ്. അപ്പം കമ്പനി തന്നെ ജോലി ചെയ്യുമ്പോൾ ആർക്കും വലിയ സംശയം ഉണ്ടാകത്തില്ല. ഇങ്ങനെ അയാൾ കറങ്ങി നടന്നു ഇവരുടെ കൂടെയുള്ള നിമിഷങ്ങൾ വളരെ സന്തോഷകരമായിട്ട് പോയി. ചിലവാക്കുന്നതിനൊന്നും ഒരു കണക്കില്ല. അവരിങ്ങനെ ഓരോരോ സാധനങ്ങൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഇയാളുടെ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നു. അവരൊരു സമയം കഴിഞ്ഞപ്പം ഫാമിലിയായിട്ട് ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവരങ്ങ് പോയി. ഈ മനുഷ്യൻ മേലോട്ട് നോക്കിയിരിപ്പുണ്ട്. ഒട്ടും വയ്യ മനുഷ്യന്, എന്നാൽ അയാൾ ഇപ്പോഴും ജോലി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേ, ഇതൊരാളിൽ മാത്രമുള്ള പ്രശ്നമല്ല, പല ആൾക്കാരിലും, പ്രത്യേകിച്ച് പ്രവാസിയായി തനിച്ച് കഴിയുന്ന പല വ്യക്തികൾക്കും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ശ്രദ്ധിക്കണം. താങ്ക് യു.